നമസ്തേ. മോദിജി UNMOGIP അഥവാ യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ഒബ്സർവർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്നതിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചു തന്നെ പുറത്തു തള്ളിയിട്ടുണ്ട്. പുതിയ KPCC പ്രസിഡന്റിനെ ആർക്കും അറിയാത്തതുപോലെ തന്നെ ഈ ഒരു സംഘടനയെക്കുറിച്ചും ആർക്കും അറിയാവുന്ന കാര്യമൊന്നും ഉണ്ടാവില്ല. അറിയാവുന്നവർ വളരെ ചുരുക്കമായിരിക്കും. UNMOGIP എന്ന ഈ സംഘടനയും നെഹ്റു സൃഷ്ടിച്ച ഒന്നാണ്. അതിന്റെ ജോലി കാശ്മീർ നിരീക്ഷിച്ച് അതിർത്തി ലംഘിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭയിലേക്ക് അയക്കുക എന്നതായിരുന്നു. അത് ഇപ്പോൾ ഭാരതമായാലും പാകിസ്ഥാനായാലും ഇരു രാജ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ മുഴുവൻ ചെലവും ഭാരതമാണ് വഹിച്ചുകൊണ്ടിരുന്നത്. 40 ഉദ്യോഗസ്ഥരും അവരുടെ ഭാര്യമാരും കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടെ ഏകദേശം 200 പേരെ 5 സ്റ്റാർ സൗകര്യങ്ങൾ നൽകി ഭാരതം തീറ്റിപ്പോറ്റി വരികയായിരുന്നു ഇതുവരെ. എന്നാൽ ഈ ഉദ്യോഗസ്ഥർ ഒരിക്കലും നിഷ്പക്ഷമായി സംസാരിച്ചിട്ടേയില്ല. പാകിസ്ഥാനെ 100% പിന്തുണച്ചു മാത്രമാണ് അവർ ഇതുവരെയും നിന്നിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനത്തിന് തെളിവുകളൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവർ ഐക്യരാഷ്ട്രസഭയ്ക്ക് സ്ഥിരമായി അയച്ചിരുന്ന റിപ്പോർട്ടുകളിലൂടെ പറഞ്ഞിരുന്നത്. 75 വർഷമായി ഭാരതത്തിൽ കഴിയുന്ന, ഭാരതം നൽകുന്ന ശമ്പളം വാങ്ങുന്ന, ഭാരതം നൽകുന്ന ആഡംബര ബംഗ്ലാവുകളിൽ ഉയർന്ന പദവികൾ ആസ്വദിക്കുന്ന, പാകിസ്ഥാനെ പിന്തുണച്ച് മാത്രം സംസാരിക്കുന്ന, പാകിസ്ഥാനെ അനുകൂലിച്ച് മാത്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സന്ദേശങ്ങൾ അയക്കുന്ന ഈ സംഘടനയുടെ കാര്യം മോദിജി അറിഞ്ഞ ഉടൻ തന്നെ ഈ 40 UN ഉദ്യോഗസ്ഥരുടെയും വിസ ഉടൻ റദ്ദാക്കണമെന്നും അവർ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഭാരതം വിടണം എന്നും ഉത്തരവിട്ടു. ഇത് എന്തായാലും ഒരിക്കലും അവർ പ്രതീക്ഷിച്ചു കാണില്ല. സ്വന്തം രാജ്യത്ത് പോലും അനുഭവിക്കാൻ കഴിയാത്ത എല്ലാ സുഖ സൗകര്യങ്ങളും ഭാരതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ UN ഉദ്യോഗസ്ഥർ 10 ദിവസത്തിനുള്ളിൽ രാജ്യം വിടാനുള്ള ഉത്തരവ് കയ്യിൽ കിട്ടിയതും ഞെട്ടിപ്പോയിരിക്കുകയാണ് അവർ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും അതുവരെ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞങ്ങളെ പുറത്താക്കരുത്, ഞങ്ങൾക്ക് മറ്റൊരു അവസരം കൂടി തരൂ എന്ന് പറഞ്ഞ് അവർ കാലു പിടിച്ചു. എന്നാൽ അന്നം നൽകിയ രാജ്യത്തെ മനഃപൂർവ്വം വഞ്ചിച്ചവർക്ക് ഒരു മാപ്പും ഉണ്ടാകില്ല എന്ന് മോദിജി അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുകയായിരുന്നു. നെഹ്റു രാജ്യത്തിന് സമ്മാനിച്ച ഒരു തലവേദന കൂടി ഭാരതത്തിൽ നിന്നും മോദി ഇതിലൂടെ ഒഴിവാക്കി.